أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ولا حول ولا قوة إلا بالله العلي العظيم. സ്നേഹവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിക്കുന്ന നല്ല കാര്യങ്ങളിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അവന്റെ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരുടെയും നമ്മുടെ അഹ്ലുകാരുടെയും ഒക്കെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂട്ടിത്തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഈ കുടുംബങ്ങളെ നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാനിനെ വലിയൊരു അനുഗ്രഹമായി മനസ്സിലാക്കുകയും അതോടൊപ്പം ഗുണകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവസരം വരികയും ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്നത് ഈമാനിന്റെ പൂർത്തീകരണത്തിനും പ്രതീക്ഷിക്കാതെ വഴിയിലൂടെയുള്ള ഗുണങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ദുനിയാവിലും മരണാനന്തര ലോകത്തും വന്നുകൂടുവാൻ കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. നന്മകൾ എത്ര നിസ്സാരമാണെങ്കിലും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടയാളമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായി അംഗസ്നാനം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നുണ്ടാക്കൽ സുന്നത്താണ് എന്ന് ബോധ്യപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളത് നിർവഹിക്കാറുണ്ട്. ഉറങ്ങാൻ വേണ്ടി കിടപ്പറയിലേക്ക് പോകുന്ന സമയത്തും നമ്മൾ അംഗസ്നാനം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും എത്ര പ്രാവശ്യമാണോ നമ്മൾ ഒതുണ്ടാക്കുന്നത് എങ്കിൽ ഒളുവിന്റെ അവയവങ്ങളിലൂടെ നമ്മുടെ വെള്ളത്തുള്ളികൾ ഒലിച്ചു പോകുന്നതിനനുസരിച്ചുകൊണ്ട് ആ പോക്കറ്റ് നമ്മുടെ പാപങ്ങളൊക്കെ അതിലൂടെ ഒലിച്ചു പോവുകയും ചെയ്യും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അങ്ങനെ അംഗസ്നാനം നിർവഹിച്ചതിന് ശേഷം രണ്ട് കൈകളും മുകൾ ഭാഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷഹാദത്തും പ്രാർത്ഥനയും സ്വലാത്തും സലാമും നിർവഹിക്കണമെന്ന് നമ്മളൊക്കെ കൊച്ചുനാളിൽ മദ്രസയിൽ വെച്ച് പഠിച്ചവരാണ്. ഉസ്താദന്മാരിലൂടെ പ്രഭാഷണങ്ങളിലൂടെ നമ്മളത് കേട്ടതുമാണ്. പലപ്പോഴും നമുക്ക് ആ വിഷയത്തിൽ അശ്രദ്ധയാണ്. പല പള്ളികളിലും ഒന്നുണ്ടാക്കി കയറുന്ന ഭാഗത്ത് ആ ദുആ എഴുതി വെച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. ആളുകളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ്. മറന്നു പോകണ്ടല്ലോ എന്നുള്ളത്. ഖബർസ്ഥാനിലൊക്കെ കയറി വരുന്ന സന്ദർഭത്തിൽ ഖബറാളികളോട് സലാം പറയണം എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയതൊക്കെയാണ്. പല പള്ളിയുടെയും മക്ബറയുടെ ഭാഗത്ത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ സലാം പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ബോർഡ് വെക്കാറുണ്ട്. നമ്മുടെ മഹലിൽ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഖബറാളികൾക്കുള്ള സലാമിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. നമുക്കൊന്നത് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളത് പഠിക്കാത്തത് കൊണ്ടോ അല്ല. ഒരുപക്ഷെ പള്ളിപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൂടെയുള്ളവരോടുള്ള സംസാരത്തിൽ ഇങ്ങനെ മുഴുകുമ്പോൾ അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്.
മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുക എന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഖുതുബയുടെ സമയത്ത് സംസാരിക്കരുത് എന്ന് എഴുതി വെച്ചത് കാണാൻ കഴിയും. ഒന്നും അറിയാത്തവരല്ലല്ലോ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ. ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തിക്കോളൂ. ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്തേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നതുപോലെ വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന ഓർമ്മിപ്പിക്കുമാർ എഴുതി വെച്ചത് കാണുന്നു. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആ വിഷയം ചെറിയൊരു നന്മയാണ്, 1 മിനിറ്റ് കൊണ്ട് തീരുന്ന നന്മയാണെങ്കിൽ നമ്മളത് അശ്രദ്ധ വരാൻ പാടില്ല. എപ്പോഴും ഉണ്ടാക്കിയ ഒന്ന് കൈ ഉയർത്തി അതിനു വേണ്ടി നമ്മൾ സമയം കാണുമ്പോൾ സ്വർഗത്തിന്റെ 8 വാതിലുകളാണ് ആ മുറ്റിയുടെ മുമ്പിൽ തുറക്കപ്പെടുക. ആ നന്മ നിസ്കാരത്തിന് പോലില്ല. നിസ്കാരക്കാർക്ക് ബാബു സ്വലാത്ത് തുറക്കപ്പെടും. നോമ്പുകാർക്ക് ബാബു റയ്യാൻ തുറക്കപ്പെടും. ദാനധർമ്മങ്ങൾ കൊടുത്ത് ശീലമുള്ള ആളുകളുടെ മുമ്പിൽ ബാബു സ്വതക്ക തുറക്കപ്പെടും. 2 കൂട്ടരുടെ മുമ്പിലാണ് മഹ്ശറ ലോകത്ത് സ്വർഗത്തിൽ 8 വാതിലുകൾ തുറക്കപ്പെടുക. ഒന്ന് ഒന്നുണ്ടാക്കിയതിനു ശേഷം കൈകൾ ഉയർത്തി അങ്ങനെ ചൊല്ലുന്നവരുടെ മുമ്പിലും ഭർത്താവിനനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഭർത്താവിന്റെ പൊരുത്ത് കെട്ടി മരിച്ച ഒരു ഭാര്യയുടെ മുമ്പിലും അങ്ങനെയുള്ളൂ. മറ്റുള്ളവരുടെ നന്മകളുടെ തോതനുസരിച്ചുകൊണ്ട് പരിമിതമായ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നന്മകൾ വളരെ നിസ്സാരമാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷിക്കുന്ന ഒരു സുഹൃതമാകുമ്പോൾ അവന്റെ പൊരുത്തം നേടിയെടുക്കാൻ കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ വന്നുകൂടുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മകളിൽ ഒന്നിനെയും നിസ്സാരമാക്കരുത്. വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ ത്വലിഖ്, നിന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയുന്നതെങ്കിലും ഒന്ന് പുഞ്ചിരിക്കുക, അതൊരു നന്മയാണ്. എന്താ പോനോട് എന്ന് ചിന്തിക്കരുത്. ഒരു മനുഷ്യനെ കാണുന്ന സന്ദർഭത്തിൽ അവന്റെ മുഖത്ത് നോക്കുന്ന പുഞ്ചിരിക്കുക എന്ന് പറയുന്ന നന്മ പോലും നിസ്സാരപ്പെടുത്താൻ സാധ്യമല്ല. നിസ്സാരപ്പെടുത്തരുത് എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മുടെ മനസ്സിന്റെ സംഘർഷമോ അല്ലെങ്കിൽ മനസ്സിന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ മനസ്സിന്റെ സങ്കുചിതത്വമോ അവിടെ പ്രശ്നമല്ല. ചിലപ്പോൾ വീട്ടുകാരോട് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും അങ്ങാടിയിലേക്ക് പോവുക. പോക്കറ്റിൽ പൈസ ഇല്ലാത്ത സമയത്തേക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞത് കേട്ട് ഇങ്ങനെ ആ ശോഭത്തിൽ ഇങ്ങനെ അങ്ങാടിക്കൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ എതിർ സൈഡിൽ വരുമ്പോൾ വീട്ടുകാർ പറഞ്ഞ വിഷയത്തിലെ ശോഭം എതിർ സൈഡിൽ വരുന്ന സുഹൃത്തിനോട് പ്രകടിപ്പിക്കേണ്ടതില്ല. നീ അവനെ കാണുമ്പോൾ പുഞ്ചിരിച്ചോ, നിനക്കത് ഗുണം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കാര്യങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും അതിനെ അവഗണിച്ച് തള്ളുന്ന സ്വഭാവം ഈമാന്റെ ലക്ഷണമല്ല എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ബദർ യുദ്ധം അതിന്റെ ആരംഭ ദശകത്തെ സംബന്ധിച്ച് മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹു മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. മുശ്രിക്കുകൾ ഇങ്ങനെ അടുത്തു വന്നു. സ്വഹാബത്തിന്റെ 2 ഇരട്ടിയാണ് അവരധികം. സ്വഹാബികൾ നന്നേ പരിമിതമാണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ മുശ്രിക്കുകൾ ഇങ്ങനെ അടുത്തിങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരു കടന്നൽ കൂട്ടം പോലെ ഇങ്ങനെ പരന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ചെറിയൊരു ആശങ്ക. ഈ ജനവ്യൂഹത്തെ കാണുമ്പോൾ, ആയുധബലം കാണുമ്പോൾ, അവരുടെ ആർപ്പുവിളികളും സന്തോഷങ്ങളും അഹങ്കാരവും ധിക്കാരൊക്കെ പാടെ കാണുമ്പോൾ, ഒട്ടകങ്ങളുടെ പെരുപ്പം, കുതിരയുടെ പെരുപ്പൊക്കെ കാണുമ്പോൾ അനുയായികൾക്ക് വല്ല ഇളക്കം സംഭവിക്കും. മൂസാ നബിന്റെ കൂടെ നിന്ന് അനുയായികൾ കൂറുമാറി അനുഭവം റസൂലുള്ളാഹിക്ക് നന്നായി അറിയാം. ആശങ്ക വന്നു. ഒരു വലിയ നന്മ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, അതിലൂടെ പടച്ചറപ്പിന്റെ പൊരുത്തം നേടിയെടുക്കാൻ എമ്പാടും മതിയാകുമെന്ന് ബോധ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പ്രചോദനം കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു,
ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂന്ന് പറഞ്ഞു. ആകാശഭൂമികളെക്കാളും വിശാലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എഴുന്നേൽക്കൂ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് പറഞ്ഞപ്പോൾ അൻസാറുകളിൽ പ്രമുഖനായ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു ആ സമയത്ത് മുത്തനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? സ്വർഗത്തെക്കുറിച്ചൊന്നും വേണ്ടതുപോലെ കേട്ടുകളില്ലല്ലോ. ഇസ്ലാമിന്റെ ആരംഭ ദശകമാണ്. അത്ഭുതത്തോടുകൂടെ അൻസാരികളിൽ പ്രമുഖനായ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആകാശഭൂമികളോളം വിശാലമാകുന്ന സ്വർഗമോ നബിയേ? സ്വർഗത്തിന് അത്ര വലിപ്പമുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ ഒരു പ്രത്യേകമായ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ബഹിൻ ബഹിൻ. ഒരു അത്ഭുതത്തിന്റെ ഒരു പ്രത്യേകമായ ആവേശം മൂത്ത സമയത്തുണ്ടാകുന്ന ഒരു ഒച്ചപ്പാട്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അങ്ങനെ പറയാൻ നിനക്ക് കരുത്തു പകർന്ന കാര്യമെന്താണ്? അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകിയ കാര്യമുണ്ടാകുന്നു? ആവേശം മലതല്ലുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്നൊരു ധ്വനി വരാറുണ്ട്. സ്വഹാബത്തിന് ഇസ്ലാം ആവേശമായിരുന്നു. സ്വഹാബത്തിന് യുദ്ധം ഒരു രസമായിരുന്നു. ആ സന്തോഷം കൽബിന്റെ ഉള്ളിൽ അലതല്ലി നിൽക്കുന്ന സന്ദർഭത്തിൽ അറിയാതെ പുറത്തേക്ക് വന്ന ധ്വനിയാണ് മുത്തനബി കേട്ടത്. അങ്ങനെ പറയാൻ നിങ്ങളെ പ്രചോദനം നൽകിയ കാര്യമെന്താകുന്നു? അയാൾ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജഅത നകൂന മിൻ അഹ്ലിഹാ. നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ ആളാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞ ശബ്ദമാണ് എന്ന് പറഞ്ഞു. ആകാശഭൂമികളോളം വിശാലമാകുന്ന സ്വർഗത്തിന്റെ ആളായി മാറണം, സ്വർഗത്തിൽ പ്രവേശനം കിട്ടുന്ന വ്യക്തിയായി മാറണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒച്ചയാകുന്നു. സുഹൃത്ത് പറഞ്ഞു, പൈനക്കമിന്നഹ്ലിഹ, നിങ്ങൾ അതിൽ പെട്ടാണ്, നിങ്ങൾ അതിന് അർഹനാണ് എന്ന് പറഞ്ഞു. ഈമാൻ അങ്ങേ അറ്റത്തേക്ക് എത്തിയപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇനി ഇവിടെ എന്താ വേണ്ടത് അത് ചെയ്യാൻ സജ്ജമായിരിക്കുകയാണെന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടുകയും ജിബ്രീൽ വന്നിട്ട് അയാൾ സ്വർഗക്കാരനാണെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ സ്വർഗക്കാരനാകുന്നു. മുത്തനബിയോട് മുത്തനബി അദ്ദേഹത്തോട് പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു പാത്രത്തിൽ കാരക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് കാരക്ക തിന്നുകയായിരുന്നു. സുമ്മകാല പിന്നെ പറഞ്ഞു, ലൈൻ അന അഹയ്തു അത്താ ആകുല തമറാത്തി ഹാദിഹി ഇന്നഹാ ലഹയാത്തുൻ തവീലാ. ഞാൻ ഈ കാരക്കുകളൊക്കെ തിന്നു തീരുന്ന സമയം വരെ ജീവിക്കുകയാണെങ്കിൽ അതൊരു നീണ്ട ജീവിതമായിരിക്കും. കാരക്ക അവിടെ വെച്ചു തീറ്റ മതിയാക്കുകയാണ്. പാത്രത്തിലുള്ള മുഴുവൻ കാരക്കയും തിന്നു തീരുന്നത് വരെയും ജീവിക്കുകയാണെങ്കിൽ നീണ്ട ജീവിതമായിരിക്കും. അവസരം നഷ്ടപ്പെടും. റസൂലുള്ളാഹി പറഞ്ഞ സുഖലോക സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കാരക്ക അവിടെ വെക്കുകയാണ്. എന്നിട്ട് സുമ്മഖാതലഹും ഹത്താ ഖുതില, ശത്രുക്കളോട് പോരാട്ടം നടത്തുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൽ-ഖുശൈരി റഹിമഹുല്ലാഹ് അവരുടെ സ്വഹീഹിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. അവസരങ്ങൾ സ്വഹാബികൾ തിരിച്ചറിഞ്ഞു. ഗുണമുള്ള കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ചെയ്തു. അവർ ചെയ്തതിന്റെ ഗുണം മറ്റുള്ളവരിലേക്ക് വിട്ടുകടന്നു. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ, നമ്മളൊരു ഗുണം ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല അതിന്റെ ആദായങ്ങളും ഉപകാരങ്ങളും മറ്റുള്ളവരിലേക്കും കടന്നു പോവുകയാണ്. ഒരു മദ്രസ ഉണ്ടാക്കിയാൽ എത്ര കുട്ടികളാണ് ഒന്നുണ്ടാക്കാൻ പഠിക്കുന്നത്? എത്ര കുട്ടികളാണ് നിസ്കരിക്കാൻ പഠിക്കുന്നത്? ഒരു ദർശനം സഹായിച്ചാൽ എത്ര ആളുകളാണ് പഠിച്ചുകൊണ്ട്, എത്ര ആളുകൾ പഠിച്ചുകൊണ്ട്, എത്ര ആളുകൾ പഠനത്തിന് ശേഷം സഹായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
ഓരോ ദിവസവും രാവിലെയാകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ഫാത്തിഹ സൂറത്തുകൾ മദ്രസയിൽ കുട്ടികൾ ഓതുകയാണ്. 3 സ്വലാത്ത് വീതം വൈകുന്നേരവും മദ്രസ വിടുന്ന സമയത്തും ചൊല്ലുമ്പോൾ കൂട്ടി നോക്കൂ, ലക്ഷക്കണക്കിന് കുട്ടികൾ എത്ര സ്വലാത്ത് ചൊല്ലുകയാണ്. ഈ സ്വലാത്ത് എങ്ങനെ ഉണ്ടായി? ആരൊക്കെ സഹായിച്ചു? ആ സഹായം ഗുണം ആണെന്ന് മനസ്സിലാക്കി സഹായിച്ചപ്പോൾ അതിന്റെ ആദായങ്ങളിൽ നിന്ന് ചെയ്യാമെന്നുള്ളവരെ കുട്ടികളെത്തുകയാണ്. അവസരങ്ങൾ തിരിച്ചറിയാത്തവർ ഭാഗ്യദേവത വന്ന് മുട്ടി വിളിക്കുമ്പോൾ ശല്യമായി കാണുന്ന ആളുകളാണ്. അവർക്ക് പിടിച്ചെടുക്കുന്നില്ല. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇല്ലാത്തവരും വലിയൊരു ഭാഗ്യം കിട്ടിയിരുന്നുണ്ട്, ഭാഗ്യദേവതാവനത്തിന് വന്ന് മുട്ടി വിളിക്കും. അവർക്ക് ശല്യപ്പെടുത്താതെ പോടാ എന്ന് പറഞ്ഞാൽ വിളിക്കും. പക്ഷേ മുമ്പിൽ വലിയ അവസരമായിരുന്നു മുഴുവനും തള്ളപ്പെട്ടു. തന്നെ വന്ന് മുട്ടി വിളിക്കുന്നത് ഭാഗ്യം ചെയ്ത ഒരു വിഷയം പറയാനായിരുന്നു, അത് നഷ്ടപ്പെടുത്തിപ്പോയി. എന്നാൽ ഇവിടെ വെച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ മരണാനന്തര ലോകത്ത് വെച്ചുകൊണ്ട് വിരല് കടിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. കല്ലാ, മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. മനുഷ്യന്മാരെ, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തുകളും കുടുംബപരമായ സ്രോതസ്സുകളും അനുഗ്രഹങ്ങളും എന്നെന്നും നിങ്ങൾക്ക് താങ്ങും തണലും സഹായവുമായി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ശരിയല്ല കേട്ടോ. അല്ല, അങ്ങനെ തോന്നലുണ്ടോ? ഒരിക്കലും ശരിയല്ല. നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന എന്തൊക്കെ ഭൗതിക സൗകര്യങ്ങളുണ്ടോ മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലും സഹായകവുമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇതാ ദുഃഖത്തിൽ അർളു ദക്കം ദക്ക, ഭൂമി ഇടിച്ച് നിരപ്പാക്കപ്പെടുന്ന സമയം വന്നാൽ ഒക്കെ എവിടെങ്കിലും കുറേശ്ശല്ലേ കാണുള്ളൂ, മൊത്തം പിടിച്ച് നിരപ്പാക്കും. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്ത് മുഴുവനും പിടിച്ച് നിരപ്പാക്കും. വെള്ളത്തിന്റെ മുകളിലുള്ള ഭൂമിയെ അളകാതെയും മാടാതെയും സ്ഥിരീകരിക്കുവാൻ വേണ്ടി ഭൂമിന്റെ ചുറ്റുഭാഗവും പർവ്വതങ്ങളെ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുകയാണെന്ന് ഇമാം ഖസ്വീനി റഹിമഹുല്ലാഹ് അജായിബുൽ മഖ്ലൂഖാത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ജോഗ്രഫിക്കൽ പ്രാക്ടീസും പറയുന്നത്. മുഴുവനും പിടിച്ച് നിരപ്പാക്കപ്പെടുന്നു. ഇടിച്ചു നിരപ്പാക്കപ്പെടുകയും ചെയ്താൽ റബ്ബുക, നിന്റെ രക്ഷിതാവിന്റെ കൽപ്പന വരികയും ചെയ്താൽ വൽ മലക്കു സഫൻ സഫ, ഓരോ ആകാശത്തുള്ള മലക്കുകൾ അണിയണിയായി വന്ന് നിലകൊള്ളുകയും ചെയ്യുന്നതാണ്. ഓരോ ആകാശത്തുള്ള മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വരി വരിയായി നിൽക്കും. എണ്ണം പറയുന്നില്ല, എണ്ണം കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും വരും, എല്ലാവരും വരും. അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടുമെന്ന് ഖുർആൻ പറയുകയാണ്. 70,000 ചങ്ങലകളിൽ 70,000 കണ്ണികളിൽ, ഓരോ കണ്ണികളിലും 70,000 മാലാഖമാര് പിടിച്ചു വലിച്ചു കൊണ്ടുവരപ്പെടും നരകത്തുണ്ടാരത്തെ എന്ന് ഖുർആൻ പറയുകയാണ്. യൗമയിദിൻ, അന്ന്. ഇതൊക്കെ പാടണം നടക്കുന്ന അന്ന്. പിന്നെ ഒന്നും നിഷേധിക്കാൻ പോക്കില്ലല്ലോ, ഒക്കെ കാണില്ലേ, നേർക്ക് നേരെ കാണുകയില്ല. കണ്ണ് തള്ളി നിൽക്കുകയാണ്. കണ്ണുകൾ പുറന്തള്ളുന്ന ദിവസമാണ്. നോക്കിയിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ട് കണ്ണുകിട്ട് പുറത്തു തള്ളും. അങ്ങനെയാണ് കണ്ണുകൾ പുറന്തള്ളുന്ന സമയം. ആ ദിവസം യതദക്കറുൽ ഇൻസാനു, മനുഷ്യന് ഓർമ്മ വരും. വഅന്നാ ലഹു ദിക്റ, ഈ ഓർത്തിട്ടെന്ത് കാര്യമെന്ന് ഖുർആൻ പറയുകയാണ്. ദുനിയാവിൽ വെച്ച് ചെയ്തു തീർക്കേണ്ട നന്മകൾ ചെയ്യാൻ കഴിയാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു, നിസ്സാരമാക്കി തള്ളി. അത് വേണ്ടായിരുന്നു, ഉപയോഗപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും എന്ന് ഖുർആൻ. വഅന്നാ ലഹു ദിക്റ, അന്നോർത്തിട്ടെന്ത് കാര്യം ഖുർആൻ. മനുഷ്യന്റെ ഭീകരമായ അവസ്ഥകൾ കാലേ കൂട്ടി ഖുർആൻ പറയുകയാണ്. വഅന്നാ ലഹു ദിക്റ, ഓർത്തിട്ടെന്ത് കാര്യമാണുള്ളത് എന്ന്. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, അന്ന് മനുഷ്യൻ പറയാണ്, വെല്ല് കഴിച്ചത് ഇനി കൂടുന്ന അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഗുണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ പറയും. ഇനി വിശാലമായ ജീവിതം ഇങ്ങനെ പരലോകത്തേക്ക് കാണുകയാണ്. അപ്പൊ പറയണം, ഈ വിശാലമായ ജീവിതത്തിലെ നേട്ടത്തിന് വേണ്ടി കുറഞ്ഞ കാലം ജീവിച്ചപ്പോൾ വല്ലതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. രണ്ടാമതൊരർത്ഥം കൂടി ആയത്തിനുണ്ട്. പടച്ചോനെ ഒന്നും കൂടി ദുനിയാവൊക്കെ മടക്കി വിടുകയാണെങ്കിൽ
ഒരൊറ്റ അവസരം ഉപയോഗപ്പെടുത്താതിരിക്കൂല. ഒരവസരം കൂടി തരണേ എന്നുകൂടി ചോദിക്കും എന്നുകൂടി അർത്ഥം ആയത്തിനുണ്ടെന്ന് മുഫസ്സിറുകൾ പറയുന്നു. എങ്ങനെയാണെങ്കിലും നടക്കുകയില്ല. ദുനിയാവിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാലും നടക്കൂല. ഇനി അവസരങ്ങൾ നഷ്ടപ്പെടുത്തി പോയല്ലോ, ചെയ്തിരുന്നെങ്കിലെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ലാത്ത സമയം വരികയാണ്. ഗുണമുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം വരുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ വിരല് കടിക്കുന്ന സംഭവം അത് നാളെ ഇവിടെ ലോകത്ത് വരുമെന്ന് വളരെ ഭീതിജനകമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈമാനിന്റെ തോതനുസരിച്ചുകൊണ്ട് ഗുണമുള്ള കാര്യങ്ങൾക്ക് താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാകുന്നു. ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. നന്മയല്ലാതെ ഒന്നും മൂപ്പര് കേൾക്കൂല. അതുകൊണ്ടാണ് അസം ചെവി പൊട്ടൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. വേറെയും പല കാരണങ്ങളും പറയുന്നു. ഹക്കല്ലാതെ ഒന്നും മൂപ്പര് ജീവിതത്തിൽ കേട്ടിട്ടേയില്ല. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ ഹക്കല്ലാതെ ഒന്നും കേൾക്കൂല എന്നൊന്നും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. പ്രപഞ്ചം അങ്ങനെയാണ്. ഓരോ കാലങ്ങളും മാറി മാറി വരുമ്പോൾ ഈ ദുനിയാവിന്റെ ആയുസ് കുറയുന്ന പ്രവർത്തനങ്ങളും പ്രവണതകളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു നല്ലതല്ലാതൊന്നും കേട്ടിട്ടില്ല. എന്ത് വിഷമം തന്റെ മുമ്പിൽ വരുന്ന ആളുകൾക്കുണ്ടെങ്കിലും പറഞ്ഞ് അദ്ദേഹം പാകപ്പെടുത്തി കൊടുക്കും. ക്ഷമിക്കണം, ഈമാൻ മുറുകെ പിടിക്കണം, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകൾ വേണ്ട, ദുനിയാവിൽ ഈമാൻ സലാമത്താകണം, ആഖിറവും സലാമത്ത് ഒക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട മോള് ലോകത്തുനിന്ന് ഇവിടെ പറയുകയാണ്. പിതാവിരിക്കുമ്പോൾ മകള് മരണപ്പെടുകയാണ്. അതൊരു വലിയ ഒരു പ്രയാസം. ബാപ്പിരിക്കുമ്പോൾ മക്കൾ മരിച്ചു പോവുകയാണ്. അത് വലിയൊരു പ്രയാസം, വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാപ്പിരിക്കുമ്പോൾ മക്കൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വലിയൊരു വിഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ മക്കളെ മരിപ്പിക്കരുത് എന്ന് ദ്വാരക്കാനും കൂടി നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയൊരു പരീക്ഷണമാണ്. ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മകൾ മരിച്ചു. മരണാനന്തര ചടങ്ങൊക്കെ നിർവഹിച്ച് മൂപ്പരിങ്ങനെ പള്ളിയുടെ സമീപത്ത് നിൽക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ആളുകൾ ഇങ്ങനെ വന്നു, ബഹുമാനപ്പെട്ട ശൈഖേ, വിഷമവും മുസീബത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾ നിയന്ത്രിച്ച് നിങ്ങൾ കരയണോ? മോളെ മരണത്തിന്റെ കാര്യം എടുത്ത് കരയുകയാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒതുക്കി പിടിച്ചുകൊണ്ട് ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മോളെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വിഷയമാകുന്നു. ദുനിയാവിൽ എന്റെ മോള് നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എന്നോട് മകളുടെ ആഖിറം വെളിച്ചമാകാൻ വേണ്ടി ദുആ ചെയ്തു, സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. എന്നാൽ മോളുടെ വേർപാടിലല്ല ഞാൻ കരയുന്നത്. മോള് മരിച്ചിട്ട് മരണാനന്തര ചടങ്ങിൽ മുഴുകിയതിന്റെ കാരണമായി ളുഹറിന്റെ ഒന്നാമത്തെ ജമാഅത്ത് ഹത്തമുൽ അസ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ളുഹറിന്റെ ഒന്നാമത്തെ ജമാഅത്ത് ആഖിറത്തിന്റെ കാര്യമാണ്. ആഖിറത്തിന്റെ കാര്യമാവും ളുഹറിന്റെ അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആരും എന്നോട് അനുശോചനം പറഞ്ഞിട്ടില്ല, ആരും എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടില്ല, ആരും എന്നെ സമാധാനപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് ആലോചിച്ചുകൊണ്ട് കരയുകയാണെന്ന് ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സ്വന്തം മോള് മരിച്ചപ്പോൾ ളുഹറിന്റെ അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ജമാഅത്ത് കിട്ടിയില്ലെന്നല്ല, അവ്വൽ ജമാഅത്തിന് പ്രത്യേകത ഉണ്ടല്ലോ. രണ്ടാം ജമാഅത്തിന് കൂലി കുറയും, മൂന്നാം ജമാഅത്തിന് കൂലി കുറയും. അങ്ങനെയാണ്. പള്ളിയില്ലാതെ നടക്കുന്ന ജമാഅത്തിന് പുണ്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ പറഞ്ഞിട്ടേയും അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെടാത്ത ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു അത് ആഖിറത്തിന്റെ കാര്യമാണല്ലോ. ആഖിറത്തിന്റെ കാര്യമാകുന്ന അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ എന്നെ ഒരാളും സമാധാനിപ്പിക്കാൻ വന്നില്ല. ദുനിയാവിന്റെ കാര്യമാകുന്ന മോൾ ഇവിടെ പറഞ്ഞപ്പോ എന്നെ സാന്ത്വനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആളുകൾ വന്നിരിക്കുകയാണ്. അത്ഭുതമാണെന്ന് പറഞ്ഞ് ഹത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ഈമാനിന്റെ ഊക്കായിരുന്നു അത്. ഗുണകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരു വിശ്വാസിക്ക് അവസരമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയും നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന കുറ്റബോധവും രണ്ടും ഈമാനാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നന്മകൾ എത്ര നിസ്സാരമാണെങ്കിലും എത്ര ചെറിയതാണെങ്കിലും നിസ്സാരപ്പെടുത്തരുത് എന്നുള്ള പാഠം മോമിനികൾക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. മഫാത്തിഹുൽ ഗൈബിൽ ഇമാം ഫഖറുദ്ദീൻ റാസി വിളിക്കുന്നത് കാണാൻ കഴിയും. എല്ലാവരും കൊടുക്കുമ്പോൾ ഒരു നെല്ലുമണിയെ കൊടുക്കാനുള്ള കൊടുത്തോളി.
ഞാൻ ഇപ്പം എന്താ വെല്ലുമണി കൊണ്ടേ കൊടുക്കുക എന്ന് ചിന്തിക്കണ്ട എന്നാണ് പറഞ്ഞത്. അണുത്തൂക്കം നന്മ ചെയ്തവർക്ക് അത് കാണാൻ കഴിയും. അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവാണ്, അത് അംശിക്കാൻ പോലും കഴിയില്ല. ഇൽമുൽ കലാമിലെ പണ്ഡിതന്മാർ പറയും അത് അംശിക്കാൻ കഴിയില്ല, അത്രയും നിസ്സാരമായ സാധനമാണ്. അവർ ഗോതമ്പ് മണി നെല്ലുമണിയൊക്കെ എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളൂ, എന്നാൽ പിന്നെ എല്ലാവരും തന്നെ 1000 10,000 കൊടുക്കും, ഞാൻ പണ്ട കൊടുക്കണമെന്ന് കൊടുക്കാൻ എന്നെ പൊട്ടനാക്കി കണക്കാക്കുക, പിരാതനാക്കി കൂട്ടും, വിട്ടിയാക്കി കൂട്ടും. ചിന്തിക്കണ്ട. ഇല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും അതിന്റെ ഫലം അത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈമാനോടുകൂടെ അവസരങ്ങൾ വരുമ്പോൾ, ഗുണങ്ങൾ വരുമ്പോൾ പ്രവർത്തിച്ചാൽ ചെയ്ത വ്യക്തിക്കും ഗുണമാണ്, മറ്റുള്ളവരിലേക്കും ആ ഗുണങ്ങൾ മറികടന്നു പോകുന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറിന്റെയും സലാമത്തിന്റെയും ഒക്കെ വഴികൾ അല്ലാഹു തആല നമുക്കൊക്കെ ഫത്തഹാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറേ ആളുകൾ മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സുഖമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു മരിച്ചു പോയവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സുഖമില്ലാതെ വിഷമത്തിൽ കഴിയുന്ന ആളുകൾക്ക് ജീവിതം ഉണ്ടെങ്കിൽ സമ്പൂർണമായ ആഫിയത്തും സിഹത്തും ഖുവ്വത്തും ശിഫയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മരണാണ് ഖൈറെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാമില ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയിൽ മഹലിന്റെ പുറത്ത് നിന്നുള്ള ഒരു വ്യക്തി കുട്ടികൾക്ക് സ്പെഷ്യൽ ഭക്ഷണം കൊടുത്തു. നമ്മുടെ മഹലിൽപ്പെട്ട 2 വ്യക്തികൾ സ്പെഷ്യൽ ഭക്ഷണം കൊടുത്തു. ഇന്ന് ഉച്ചക്ക് ഒരാൾ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സർവശക്തനായ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല വിട്ടുകൊടുക്കട്ടെ. ഖൈറിന്റെയും സലാമത്തിന്റെയും വഴികൾ അവർക്കും അവരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, പേരമക്കൾ എല്ലാവർക്കും അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മുറാദുകൾ അവർക്ക് നമുക്ക് ഹാസിലാക്കി തരട്ടെ. ഉമ്മയും മകനും അടുത്ത ആഴ്ചയിൽ ഉംറക്ക് പോകുന്നുണ്ട്. പ്രത്യേക ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സോളാറിലേക്ക് 2000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. റഹ്മുർ-റഹീമായ റബ്ബ് കബൂൽ ചെയ്യട്ടെ. മരിച്ച പിതാവിന് അതിന്റെ വിപുല സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. ഉമ്മക്കും മകനും ഉംറ നിർവഹിക്കുവാനും അമലുകൾ ചെയ്ത് സുരക്ഷിതമായി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകട്ടെ. പോകാനുള്ള യാത്ര അല്ലാഹു തആല എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ എല്ലാം ഏർപ്പാടുകളിൽ സഹോദരന്മാരടക്കമുള്ളവരുടെ ഏർപ്പാടുകളിൽ അല്ലാഹു തആല പുരോഗതിയും റാഹത്തും നൽകട്ടെ. അതുപോലെ സോളാറിലേക്ക് ഒരു സഹോദരൻ പ്രത്യേക ദുആ ചെയ്യണമെന്ന് ഒരു 1000 രൂപ കഴിഞ്ഞ ആഴ്ച സംഭാവന നൽകിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. മരിച്ച പിതാവിന് അതിന്റെ വിപുല സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മ, ഭാര്യ, മക്കൾ, ജ്യേഷ്ഠ അനിത സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മക്കളുടെയൊക്കെ പഠനങ്ങളിൽ പുരോഗതിയും റാഹത്തും സുരക്ഷിതമായ ഭാവിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة يا رب العالمين. റഹ്മാനെ റഹീമേ, ഈ മജ്ലിസിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗീയ പൂങ്കാവനമാക്കി തരണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതിലുമുള്ള പാകപ്പിഴവുകൾ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ശർഈയായ ഇൽമുകളിൽ ഞങ്ങൾക്ക് തറക്കി നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. തഅല്ലുബിലും തഅലീബിലും ദർസിലും തദ്രീസിലും അനുബന്ധമായ പ്രവർത്തനങ്ങളിലും സഹായ സഹകരണങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ചൊല്ലിയ ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും മുഅവ്വദത്തിനെയും ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. മതിയായ പ്രതിഫലം ഞങ്ങൾക്ക് രേഖപ്പെടുത്തണേ അല്ലാഹ്. ചായക്കും കടിക്കും സാമ്പത്തിക സഹായം നൽകുന്ന പ്രിയ
പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽ മരിച്ചു പോയവർക്ക് അതിന്റെ മിഥില സവാബിനെത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ, തന്റെ മാതാവ് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. സലാമത്തും ശിഫയും നൽകണേ ആജിലായ ശിഫ നൽകണേ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സഹോദരനെയും പിതാവിന്റെയും സഹോദരന്മാരുടെയും മക്കളുടെയും എല്ലാം വീട്ടിലുമൊക്കെ വീട്ടിൽ ഭാര്യയിലും മക്കളിലുമൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാവ്യാധിയിൽ നിന്ന് അവരെ ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ, വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പള്ളിക്കും ദർശനും മദ്രസക്കും ഒക്കെ നൽകുന്ന സഹായങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവരിലും സ്വീകരിക്കണേ നിക്കാഹ് നിശ്ചയിച്ച ആളുകളുണ്ട്, സന്തോഷകരമായി നടക്കാൻ അവരെ സഹായിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. റാഹത്തും ക്ഷമയും സമാധാനവും നൽകണേ റഹ്മാനെ. നാട്ടിൽ പ്രവാസി സുഹൃത്തുക്കൾ ലീവിന് വന്ന സമയത്തുള്ള ഇടപെടലുകളും തിരിച്ചു പോകുന്ന സമയത്തുള്ള യാത്രകളും അവിടെ എത്തിയിട്ടുള്ള മനുഷ്യത്തിന്റെ മേഖലമൊക്കെ നീ അംഗീകരിച്ചുകൊണ്ട് സലാമത്തും ബറക്കത്തും എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. സുരക്ഷിതമായ സലാമത്തും ഭാവിയും അവർക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നാടിന്റെ പുറത്തും പ്രവാസ ലോകത്തും ഒക്കെ ജോലി ചെയ്യുന്ന മുഴുവൻ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നീ അഭിവൃദ്ധിയും റാഹത്തും നൽകണേ തമ്പുരാനെ. നാട്ടിലും നാടിന്റെ പുറത്തും പഠിക്കുന്ന പാഠ്യേതര വിഷയങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ തമ്പുരാനെ. ക്ഷമയും സലാമത്തും ഈമാനും നൽകണേ തമ്പുരാനെ. നേരത്തിൽ നിസ്കരിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഒക്കെ നൽകണേ തമ്പുരാനെ. ഈമാൻ ഞങ്ങൾക്ക് സലാമത്തിലാക്കി തരണേ ആഖിറവും ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാഹുവേ, ഇസ്മുൽ ആലമിന്റെ ശറഫ് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്. ഒരുപാട് പ്രയാസം നിറഞ്ഞ രോഗികളുണ്ട് അല്ലാഹുവേ, ശിഫയുണ്ടെങ്കിൽ ആജിലായ ശിഫ നൽകണേ സലാമത്തും ആഫിയത്തും സിഹത്തും നൽകണേ തമ്പുരാനെ. മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടുകൂടെ മരിക്കാൻ ഭാഗ്യം നൽകണേ ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ, ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരാൾക്കും നൽകരുതേ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർ കുടുങ്ങുന്ന, ഞങ്ങളിൽ മറ്റുള്ളവർ പ്രയാസപ്പെടുന്ന വിഷമങ്ങളും പരീക്ഷണങ്ങളും നൽകരുത് അല്ലാഹുവേ, ജീവിതത്തിൽ ഈമാനും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മരണം ഞങ്ങൾക്ക് ഖൈറാക്കി തരണേ അല്ലാഹുവേ, തെറ്റുകൾ നിറയുമ്പോഴും ഈമാനിന് ദൗർബല്യം സംഭവിക്കുമ്പോഴും മരണം ഞങ്ങളിലേക്ക് അടുപ്പിക്കല്ലേ സലീമായ കൽബ് നൽകണേ നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ, വാഹനം ഓടിക്കുന്ന ആളുകൾ, എന്തൊക്കെ പ്രയാസം നിറഞ്ഞ ജോലികൾ ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ കുടുംബത്തിന്റെ വരുമാനത്തിന് നിത്യവൃത്തിക്ക് വേണ്ടി എന്തൊക്കെ ഹലാലായ തൊഴിലുകൾ ചെയ്യുന്നവരുണ്ടോ ഒരുപാട് ആളുകൾ ഈ മഹല്ലത്തിലുണ്ട്. എല്ലാവർക്കും നീ ഗുണം നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ രോഗങ്ങൾ നൽകരുതേ ആഫിയത്ത് നൽകണേ ആരോഗ്യം നൽകണേ സിഹത്ത് നൽകണേ അല്ലാഹുവേ, കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും പ്രതീക്ഷിക്കാത്ത വഴിയും ലാഭവും നേട്ടവും എല്ലാവർക്കും നൽകണേ കച്ചവടം നടത്തുന്ന ആളുകൾ, തുടങ്ങിയ ആളുകൾ, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും തുമനീനത്തും നൽകണേ തമ്പുരാനെ. ആഖിബത്ത് ഞങ്ങൾക്ക് നന്നാക്കി തരണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയൊക്കെ നീ പെടുത്തണേ അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾക്ക് സ്നേഹമുള്ളവർ, ഇൽമിന്റെ വഴിയിൽ സ്നേഹിക്കുന്നവർ, സഹായം നൽകുന്നവർ, ഭക്ഷണം നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നവരുമായ ആളുകൾ, ഈ മഹല്ലത്തിന്റെ പുറത്തുമുള്ളതായ കുടുംബങ്ങൾ എല്ലാവർക്കും നീ മുറാദുകളെ വീട്ടി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, കടബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഐശ്വര്യം നൽകണേ ഐശ്വര്യം നൽകണേ ഐശ്വര്യം നൽകണേ സലാമത്ത് നൽകണേ അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് കടം വിടാൻ അവർക്ക് ഹലാലായ വരുമാനത്തെ നൽകണേ ഐശ്വര്യം നൽകണേ ക്ഷമയും ഈമാനും പ്രദാനിക്കണേ നിന്റെ ലിഖാൽ കിട്ടുന്ന സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിൽ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അല്ലാഹുവേ, ഇൽമിന്റെ വഴിയിൽ സഹായിച്ചവരും സംഭാവനകൾ നൽകിയവരും ദുആ ചെയ്യാൻ പറയുന്നവരും പറഞ്ഞവരും ഭക്ഷണം തന്നവരും തന്നുകൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ
صل على محمد يا رب صل عليه وسلم.